നമസ്കാരം, ഇത് IBN മലയാളം. ആശങ്കകൾക്കെല്ലാം അറുതിയായി സുനിത വില്യംസും ബുച്ച് വിൽഡ്രോമും സുരക്ഷിതരായി ഭൂമിയിലെത്തി. 9 മാസത്തിലധികം നീണ്ട ബഹിരാകാശ ജീവിതം അവസാനിപ്പിച്ച് സുനിത വില്യംസും ബുച്ച് വിൽഡ്രോമും സുരക്ഷിതരായി ഭൂമിയിലെത്തി. ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ 3:27-നാണ് 4 ബഹിരാകാശ യാത്രികരുമായി ഡ്രാഗൺ പേടകം മെക്സിക്കോ ഉൾക്കടലിൽ ലാൻഡ് ചെയ്തത്. തുടർന്ന് സ്പേസ് റിക്കവറി കപ്പൽ പേടകത്തിനരികിലേക്കെത്തി 4 ബഹിരാകാശ സഞ്ചാരികളെയും പേടകത്തിന് പുറത്തെത്തിച്ചു. ഒരു നിമിഷം നിവർന്നു നിൽക്കാൻ അനുവദിച്ച ശേഷമാണ് 4 പേരെയും സ്ട്രെച്ചറിൽ കപ്പലിലേക്ക് മാറ്റിയത്. ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 10:35-നാണ് ഫ്രീഡം ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്തത്. ഡ്രാഗൺ പേടകത്തിൽ നിന്ന് സോളാർ പാനലുകൾ അടങ്ങിയ ട്രങ്ക് എന്ന ഭാഗം ഇന്ന് പുലർച്ചെ 2:36-ഓടെ വേർപെടുത്തി. തൊട്ടുപിന്നാലെ 2:41-ഓടെ ഡ്രാഗൺ പേടകം ഭൂമിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസാനഘട്ട എഞ്ചിൻ ജ്വലനം നടത്തുകയും ലാൻഡിംഗ് പാത ഉറപ്പിക്കുകയും ചെയ്തു. 3:30-ഓടെ പേടകം മെക്സിക്കൻ ഉൾക്കടലിൽ ഫ്ലോറിഡയുടെ തീരത്തേക്ക് ചേർന്ന് ലാൻഡ് ചെയ്തു. സ്പേസ് എക്സിന്റെ MV മേഘൻ എന്ന കപ്പൽ പേടകത്തെ കടലിൽ നിന്ന് വീണ്ടെടുത്ത് സുനിതയും ബുച്ചിനെയും ഹേഗിനെയും ഗോർബുനോവിനെയും കരയിലേക്ക് എത്തിക്കുകയാണ്. നിക് ഹേഗും അലക്സാണ്ടർ ഗോർബുനോവും ബുച്ച് വിൽഡ്രോവുമാണ് സുനിതയെ കൂടാതെ ഭൂമിയിലെത്തിയത്. പൈലറ്റിന്റെയും കമാൻഡറിന്റെയും ഇരിപ്പിടങ്ങളിൽ നിക് ഹേഗും അലക്സാണ്ടർ ഗോർബുനോവുമായിരുന്നു. കാരണം സുനിതയും ബുച്ചും ഡ്രാഗൺ പേടകത്തിലെ യാത്രക്കാർ മാത്രമാണ്. സ്റ്റാൻലൈനർ പേടകത്തിലാണ് സുനിതയും ബുച്ചും ബഹിരാകാശത്തേക്ക് പോയത്. ആ പേടകത്തിലാണ് ഇരുവർക്കും പരിശീലനം ലഭിച്ചിട്ടുള്ളത്. ബോയിങ്ങിന്റെ സ്റ്റാൻലൈനർ പേടകത്തിന്റെ മനുഷ്യനെയും വഹിച്ചുള്ള ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായാണ് സുനിതയും ബുച്ചും 2024 ജൂണിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചുവരികയായിരുന്നു ലക്ഷ്യമെങ്കിലും സ്റ്റാൻലൈനറിനുണ്ടായ സാങ്കേതിക തകരാർ മൂലം അതിനുള്ള മടക്കയാത്ര നടന്നില്ല. ഉചിതമായ ബദൽ പദ്ധതി തയ്യാറാക്കുന്നതുവരെ അവർക്ക് ISS-ൽ കഴിയേണ്ടി വന്നു. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി സഹകരിച്ചാണ് നാസ തിരിച്ചുവരവ് സാധ്യമാക്കിയത്. സുനിതയും ബുച്ചിനെയും ടെക്സസിലെ ഹൂസ്റ്റണിലുള്ള നാസയുടെ ജേൻസൺ സ്പേസ് സെന്ററിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. ബഹിരാകാശത്ത് ഗുരുത്വാകർഷണമില്ലാത്ത ഇത്രനാൾ കഴിഞ്ഞ 2 പേർക്കും ഭൂമിയിലെ ഗുരുത്വാകർഷണവുമായി വീണ്ടും താദാത്മ്യം പ്രാപിക്കാനുള്ള സഹായങ്ങൾ നൽകും. ന്യൂസ് ഡെസ്ക് IBN മലയാളം.